പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അവിടുന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് പ്രത്യേകമായിട്ടൊരു സന്തോഷമുണ്ട്. ബസലിക്കായിലെ സമരം അവസാനിപ്പിച്ച് കോടതിയുടെ മീഡിയേഷനിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊരുങ്ങുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. 85 ദിവസം ആ പള്ളിയിൽ നിരന്തരമായി രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം. പലപ്പോഴും എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഞങ്ങളുടെ നാട്ടിൻപുറത്തൊരു പഴയ വർത്തമാനം ഇങ്ങനെയുണ്ട്: പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടി, കൊടുത്തു ഞാൻ അവൻ എനിക്കിട്ട് രണ്ട്. പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടി, കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ, ഗുസ്തി പിടിക്കാൻ അങ്ങോട്ട് പോയി, അങ്ങോട്ട് പിടിച്ച ഗുസ്തിയിൽ വാരി അലക്കി താഴെ അത് തിരിച്ച് രണ്ട് വാങ്ങിച്ചു കൊണ്ട് തിരിച്ചു പോകുന്നു. ഇതാണ് പാമ്പ്ലാനി പിതാവിന് പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം. ഷൈജു ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്നാ വേണം? ഷൈജു ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്നാ വേണം? കാശും ഇഷ്ടം പോലുണ്ട്. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ എത്ര ഭയങ്കരമാണെന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ഒരു മുൻ ജഡ്ജിയെ വിധികർത്താവായി വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഷൈജു പാപ്പൻ പറയുന്നതെന്നറിയാവോ? കെണി വെച്ചതാണ്, നമ്മുടെ വക്കീലന്മാർ കെണി വെച്ച് പിടിച്ചതാണ്. കെണിയാണോ പണിയാണോ എന്ന് നമുക്കത് കാണാം. മുന്നോട്ട് വരട്ടെ, അന്നേരം നമുക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് ഈ കോലാഹലം കാണിക്കുന്നത്? ഷൈജുവിന് എന്തെങ്കിലും ആത്മീയമായ ഒരു വളർച്ചയുണ്ടോ? ഈ സഭയ്ക്കെതിരെ നിന്ന് ഏതെങ്കിലും ഒരു പുരോഹിതന് ആത്മീയമായ ഒരു വളർച്ചയുണ്ട്, അദ്ദേഹം ചെയ്തത് നന്മയാണെന്ന് ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 34 രൂപതകൾ മത്സരിക്കുമ്പോൾ ഈ ഒരു രൂപതയിൽ പുരോഹിതർ മത്സരിച്ച് മരിക്കേണ്ടി വന്നാലും കുർബാന ചെല്ലില്ലെന്ന് പറഞ്ഞവർക്കൊക്കെ പണിയായിട്ട് വരും. ഏതായാലും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച വിധി അത് നടപ്പിലാക്കാനായിട്ട് കടന്നു വരുന്ന ആ രാമേന്ദ്രൻ സാറ്, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രം മതി, അല്ലാതെ നമുക്ക് വേറൊന്നും വേണ്ട. ദൈവനീതി നടക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോൾ തന്നെ പോവുകയാണ് ബസിലിക്കയിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് സഹനങ്ങൾ ഈ കാലഘട്ടങ്ങളിലുണ്ടായി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായി. ഈ സഹനങ്ങളെല്ലാം കുരിശിലെ സഹനത്തോട് ചേർത്ത് വച്ചിട്ട് ഒന്ന് മാത്രം ആവശ്യപ്പെട്ടു: കർത്താവേ, നീ സ്ഥാപിച്ച സഭ, നീ നൽകിയ പരിശുദ്ധ കുർബാന, നീ നൽകിയ കൂദാശകൾ മാറ്റമില്ലാതെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള വഴികളെ തുറക്കണമേ. കർത്താവ് തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ പറയുന്നു, ഇന്നും പറയുന്നു, 101% സഭയുടെ ബലി എല്ലാ ബലിപീഠങ്ങളിലും അർപ്പിക്കപ്പെടും. അനുസരണയോടെ വിധേയത്വത്തോടുകൂടി അനുസരിച്ചാൽ അനുഗ്രഹവും അഭിഷേകവും സമാധാനവും കിട്ടും. വിധേയത്വമില്ലാതെ ഇഷ്ടമില്ലാത്ത ആഹാരം കഴിക്കുന്നത് പോലെ, ഒരു ശോക്കാനം വന്ന് കഴിക്കുന്നത് പോലെ, എന്തിനാണ് ഈ കർത്താവിൻ്റെ തിരുശരീര രക്തത്തെ അപമാനിച്ചത്? എന്തുമാത്രം ശിക്ഷാ നടപടികളാണ് കൊട്ടക്കണക്കിന് വാങ്ങിക്കാനായിട്ട് അവകാശപ്പെട്ടവർ. പാമ്പ്ലാനി പിതാവ് പാമ്പെന്ന് പറയുന്നതാണ് സത്യം. ഏദൻ തോട്ടത്തിലെ പാമ്പായി കയറി കൂടിയ ആ സാത്താൻ ആ മനുഷ്യവർഗത്തെ മുഴുവനും പാപത്തിൽ കൊണ്ട് പെടുത്തിയതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഗുണം പിടിപ്പിക്കാനെന്ന് പറഞ്ഞ് പേര് ഓന് വന്നു. സകല പിതാക്കന്മാരും വിചാരിച്ച് ഇയാളങ്ങ് ഗുണം പിടിപ്പിക്കുമെന്ന് നശിപ്പിച്ച് നാനാവിധമാക്കി. ഏകം സഭ സ്ഥാപിച്ചിരുന്നു. ഏകം സഭയുടെ മാർപ്പാപ്പയാകാനെന്താ എനിക്ക് തോന്നുന്നത്? ഇദ്ദേഹത്തെ ആദ്യത്തെ മാർപ്പാപ്പ, ഏകം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു പിതാവ്, മേജർ ആർച്ച് ബിഷപ്പ്, എന്തിനു കൊള്ളാമെന്നൊരു പിടിയില്ല. ചുമ്മാ ഇങ്ങനെ കാക്ക പറന്ന് നടക്കാൻ. ഇദ്ദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാവിൻ്റെ അനുഗ്രഹമോ അഭിഷേകമോ നിലനിൽപ്പോ ഒരു വിചാരമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ഭീകരമായ തിന്മ കാണിക്കില്ല. അന്ധകാരത്തിൻ്റെ മക്കളോട് ചേർന്ന് അന്ധകാരം പ്രവർത്തിക്കുന്ന ഈ പുരോഹിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാണിപ്പറമ്പലച്ഛനെ ഓർക്കാം, അതുപോലെ ജോർജ് സാറിനെ ഓർക്കാം. അതുപോലെ ഇതിനു വേണ്ടി ഓരോരുത്തരും വീഡിയോ ചെയ്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വലിയ നീതിബോധത്തോടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. മരണം വരെ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ സഭയോട് ചേർന്ന് നിന്ന് വിശുദ്ധരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അതൊക്കെ നടത്തിക്കോളും.
നമ്മൾ വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അതിനു വേണ്ടുന്ന എല്ലാ കൃപകളും എല്ലാവർക്കും ലഭിക്കട്ടെ. ഇന്ന് വരെ സഭയ്ക്ക് വേണ്ടി സംസാരിച്ച എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇന്ന് ഉച്ച കഴിയുമ്പോൾ ബസിലിക്കയിൽ വെച്ച് കാണാം, പ്രാർത്ഥിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ആമേൻ.